പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, എല്ലാവരെയും ഗുഡ്നസ് ടിവിയുടെ വചനദീപ്തിയിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ, കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. സ്നേഹമുള്ളവരെ, കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് പ്രകാശമുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അവിടുത്തെ മുഖകാന്തി നമ്മിൽ കടന്നു വരുവാനായിട്ട് നാം എപ്പോഴും അവിടുത്തെ തന്നെ നോക്കണം. അവിടുത്തെ നോക്കുമ്പോഴാണ് അവിടുത്തെ മുഖപ്രകാശം നമ്മിലേക്ക് കടന്നു വരിക. അതിനാൽ നാം എപ്പോഴും വചനത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ, വചനത്തിൻ്റെ സാന്നിധ്യം നമ്മളുണ്ടാകുമ്പോൾ കർത്താവിൻ്റെ പ്രകാശം നമ്മിലേക്ക് കടന്നു വരും. അതുകൊണ്ട് വചനത്തിലൂടെ നമുക്ക് പ്രകാശിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗുഡ്നസ് ടി വി ഒരുക്കിയ ഈ വചന വിരുന്നിന് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. സ്നേഹമുള്ളവരെ, നമുക്കറിയാമല്ലോ, കർത്താവ് തൻ്റെ പരസ്യ ജീവിതകാലത്ത് എത്രയോ വലിയ അത്ഭുതങ്ങളാണ് ചെയ്തത്. യേശു തന്നെയാണ് ഏകരക്ഷകനെന്ന്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് യേശു തന്നെയാണെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി തന്നെയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും, ഈ 2 അധ്യായത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ മതി, യേശുവിൻ്റെ ശക്തി പ്രാഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5-ാം അധ്യായത്തിൽ പിശാചുബാധിതനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. 12 വർഷമായിട്ട് രക്തസ്രാവമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. മരിച്ച ജായറോസിൻ്റെ മകളെ കർത്താവ് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. പിന്നെ 6-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ 5 അപ്പം കൊണ്ട് 5000-ത്തിലധികം വരുന്ന സ്ത്രീയും പുരുഷനോടക്കം ഒരു 10,000-ത്തിലധികം വരുന്ന ഒരു വലിയ ജനസമൂഹത്തിന് അവർക്ക് തൃപ്തിയാകത്തക്ക രീതിയിൽ ആഹാരം കൊടുത്തതിന് ശേഷം ബാക്കി 12 കുട്ട നിറയെ ശേഖരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടലിൻ്റെ മീതെ നടക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്രോസ് ആവശ്യപ്പെട്ടപ്പോൾ പത്രോസിനോടും കടലിൻ്റെ മീതെ നടക്കുവാൻ കർത്താവ് പറഞ്ഞു. അതനുസരിച്ച് അവനും കടലിൻ്റെ മീതെ നടക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി, കർത്താവിനുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവിടെയൊക്കെ നാം കാണുന്നുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചത് ജനങ്ങൾ അത്ഭുതങ്ങളിൽ മതിമയങ്ങി യേശുവിനെ രാജാവാക്കാൻ വേണ്ടിയായിരുന്നില്ല. യേശുവിൻ്റെ ലക്ഷ്യം മനുഷ്യ മക്കളൊക്കെ നിത്യജീവനിലേക്ക് നടന്നെടുക്കണമെന്നായിരുന്നു. ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യരക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയാണ് പിതാവ് തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്ന് കൃത്യമായിട്ട് യേശുവിന് അറിയാമായിരുന്നു. അതനുസരിച്ചുള്ള ദൗത്യമാണ് കർത്താവ് നടത്തിയത്. അതുകൊണ്ട് ഈ അത്ഭുതങ്ങളെല്ലാം കർത്താവ് നടത്തിയത് ഒരു അടയാളമായിരുന്നു. യേശുവിൽ വിശ്വസിക്കുവാനായിട്ട്, രക്ഷയിലേക്ക് കടന്നു വരുവാനായിട്ട്, യേശുവിലാണ് ജീവനുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് യേശു ചെയ്തതാണ് ഈ അത്ഭുതങ്ങളൊക്കെ. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മിൽ പലരും ഇന്ന് അത്ഭുതങ്ങളുടെ പുറകെയാണ്.
അത്ഭുതങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് യേശു അത്ഭുതങ്ങൾ ചെയ്തത്? യേശു അത്ഭുതങ്ങൾ ചെയ്തത് നമ്മെ സ്വർഗത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്, നമുക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ്. പക്ഷേ നാമൊക്കെ അത്ഭുതങ്ങളോടെ നമ്മൾ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ്. കർത്താവ് അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6:26 പറയുന്നത്, നിങ്ങൾ എന്നെ ഇപ്പം അന്വേഷിച്ച് കടന്നു വരുന്നുണ്ടല്ലോ. ആയിരക്കണക്കിന് പേര് കർത്താവിനെ അന്വേഷിച്ചു വന്നു. കാരണം 5 അപ്പത്തിൻ്റെ അത്ഭുതം ചെയ്തതിന് ശേഷം അവർ തിബേരിയാസിൽ നിന്ന് കഫർനാമിലേക്ക് വന്നു. കഫർനാമിൽ നിന്ന് അവർ വഞ്ചി കടന്ന് അക്കരയ്ക്കെത്തി. കാരണം കർത്താവ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. കാരണം അപ്പം അവർക്ക് കൊടുക്കും എപ്പോഴും കർത്താവ് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഈ അത്ഭുതം ചെയ്യുന്നതിന് വേണ്ടിയാണ്, അപ്പം കിട്ടുന്നതിന് വേണ്ടിയാണ് കർത്താവിനെ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് കൃത്യമായിട്ട് അവിടെ പറയുന്നത്, നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരുന്നത് അപ്പത്തിന് വേണ്ടിയാണ്, അടയാളങ്ങൾ കണ്ടത് കൊണ്ടല്ല, അപ്പത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവേൻ. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. എന്നെ ഭക്ഷിക്കുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നെ കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ആത്മീയ വിശപ്പും ആത്മീയ ദാഹവും തീർക്കാനായിട്ട് യേശുവിന് മാത്രമേ സാധിക്കൂ എന്ന് യേശു അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യരെല്ലാം അന്നാകട്ടെ ഇന്നാകട്ടെ അത്ഭുതങ്ങളുടെ പിറകെ നടക്കുന്നത്. എവിടെയാണ് അത്ഭുതമുള്ളത്? അവിടെ അങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ തടിച്ചു കൂടും. രോഗശാന്തി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തടിച്ചു കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള നൊവേനകളിലൊക്കെ പോകുന്നുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, യേശു നൽകുന്ന നിത്യരക്ഷ, നിത്യജീവൻ നാം സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതൊക്കെ നമ്മെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകാനുള്ള ചൂണ്ടുപലകയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. നിത്യജീവനിലേക്ക് കൊണ്ടുപോകാനുള്ള ചൂണ്ടുപലകയായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ പത്രോസിനെ നമുക്ക് അതിനു മുമ്പ് നമുക്കറിയാം, അന്ത്രയോസും മറ്റുള്ളവരും പഠിച്ച പണി 18 നോക്കി പത്രോസിനെ ശിഷ്യനായിട്ട് കൊണ്ടുവരുവാനായിട്ട് നടന്നില്ല. അവസാനം യേശു പത്രോസിനെ കൊണ്ടുവരുന്ന രീതിയുണ്ട്. അവൻ്റെ ഇല്ലായ്മയിൽ, അവൻ്റെ ദാരിദ്ര്യത്തിൽ, അങ്ങനെ അവൻ്റെ കഷ്ടതയിൽ നിൽക്കുമ്പോഴാണ് അവൻ കർത്താവിനെ കാണുന്നത്. നമുക്കറിയാമല്ലോ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവൻ്റെ വലയിൽ ഈ കടലിനോട് ഇത്രയും അധികം അടുപ്പമുണ്ടായിരുന്ന ഈ മുക്കുവൻ്റെ വലയിൽ ഒരൊറ്റ മത്സ്യം പോലും പെട്ടില്ല എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. എന്നിട്ട് അവൻ ഒന്നുമില്ലാതെ ദുഃഖിതനായി വല കഴുകുകയാണ്. വല കഴുകുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെയധികം വിഷമം പിടിച്ചൊരു കാര്യം. ഒന്നുമില്ലാതെ വല കഴുകുക. കർത്താവ് ചോദിക്കുന്നുണ്ട്, ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അവൻ്റെ വഞ്ചി തന്നെ എടുത്തുകൊണ്ട് കർത്താവ് വചനം പ്രസംഗിക്കുകയാണ് അവിടെ. ആ വചനം പ്രസംഗിച്ചതിന് ശേഷം കർത്താവ് വചനം പ്രസംഗിച്ചത് പത്രോസും കൂടി കേൾക്കുന്നതിന് വേണ്ടിയാണ്. കാരണം വചനമാണ് അത്ഭുതങ്ങൾ നടത്തുന്നത്. വചനത്തിലാണ് ജീവനുള്ളത്, ആത്മാവുള്ളത്. അതുകൊണ്ട് പത്രോസും കൂടി കേൾക്കുന്നതിന് വേണ്ടിയാണ്. പത്രോസിൻ്റെ വഞ്ചി എടുക്കുമ്പോഴാണ് പത്രോസ് അവിടെ കടന്നു വന്നിരിക്കുക. പത്രോസ് ശ്രദ്ധാപൂർവം വചനമെല്ലാം കേട്ടു. എന്നിട്ടാണ് പത്രോസിനോട് കർത്താവ് പറയുന്നത്, മീൻ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, മീൻ കിട്ടും നിങ്ങൾക്ക്, നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വലയെറിയും. ഇപ്പോൾ നീയൊക്കെ എറിയുന്ന ഈ വലയുണ്ടല്ലോ, ഇപ്പോൾ വലയെറിയുന്ന പോലെ വലയെറിഞ്ഞാൽ കാര്യമില്ല, നമ്മുടെ ആഴത്തിലേക്ക് ഒന്ന് പോകണം. ആഴത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ, വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നില്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, യേശുവിനെ കണ്ടെത്താൻ സാധിക്കും, രക്ഷ കണ്ടെത്താൻ സാധിക്കും. നമുക്കറിയാൻ സാധിക്കും, അങ്ങനെ വലയെറിഞ്ഞപ്പോൾ അവർക്ക് ആ വല നിറയെ
ചാകരയായിരുന്നു. മത്സ്യത്തിൻ്റെ ചാകരയുടെ ഉത്സവം. അവർക്ക് ഒറ്റയ്ക്ക് അത് കൊണ്ടുവരാൻ സാധിച്ചില്ല. മറ്റ് ശിഷ്യന്മാരൊക്കെ കൂടിയിട്ടാണ് കൊണ്ടുവന്നത്. പത്രോസിന് ഇവിടെ കാര്യം പിടുത്തം കിട്ടി. കാരണം ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എൻ്റെ വലയിൽ ഒരു മീൻ വരെ കുടുങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും കർത്താവ് പറഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് നിന്ന് എൻ്റെ വല നിറയെ മീൻ തന്നെങ്കിൽ ഇത് രക്ഷകനാണ്. അപ്പോൾ അവൻ ഉടനെ തന്നെ കർത്താവിൻ്റെ കാൽക്കൽ വീണ് സറണ്ടർ ചെയ്യുകയാണ്. അവൻ പറയുക, ഞാൻ പാപിയാണ്, എന്നോട് കരുണ തോന്നണമേ, ഞാൻ പാപിയാണ്. സ്നേഹമുള്ളവരെ, ആ മാനസാന്തരത്തിലേക്കുള്ള അവൻ്റെ കടന്നുവരവ്, അതിനുശേഷം കർത്താവ് അവനെ മീനെ പിടിക്കുന്നവരിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവനിലേക്ക് അവനെ കൊണ്ടുപോകുന്ന രീതികൾ, സ്നേഹമുള്ളവരെ, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് അടയാളത്തിന് വേണ്ടിയായിരുന്നു. യേശു കർത്താവും രക്ഷകനുമാണെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ അവൻ്റെ വലയിൽ അനേകം പേര് മനുഷ്യർ വരണം, അവർ സുവിശേഷം പ്രസംഗം കേട്ടുകൊണ്ട് അനേകം പേര് രക്ഷയിലേക്ക് കടന്നു വരണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവനെ വിടാതെ പിന്തുടർന്നത്. കർത്താവ് നടത്തിയ അത്ഭുതം അത് രക്ഷയുടെ രീതിയായിട്ട് മാറി. സ്നേഹമുള്ളവർ, പലപ്പോഴും എന്നാൽ അങ്ങനെ മാറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ വായിച്ചു മുമ്പ്, അതായത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ ആ പിശാച് ബാധിതനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അവന് ലഗ്യോൻ എന്നാണ് അവൻ്റെ പേര്. 2000 പിശാചുക്കൾ അവനുണ്ടായിരുന്നു. അവനും എല്ലാവർക്കും ശല്യമായിരുന്നു. അവരൊക്കെ മുറിപ്പെടുത്തി, അവിടെ ബഹളം ഉണ്ടാക്കി എല്ലാവരെയും മുറിപ്പെടുത്തിക്കൊണ്ട് നടന്ന വ്യക്തിയാണ്. കർത്താവ് അവനിൽ നിന്ന് ആ അശുദ്ധാത്മാവിനെ മാറ്റി അവനെ സുഖപ്പെടുത്തി. അവൻ കർത്താവിൻ്റെ അടുത്ത് സുബോധത്തോടെ വസ്ത്രം ധരിച്ച് ഇരിക്കുകയാണ്. എന്നാൽ ജനങ്ങൾക്ക് അതല്ല ആവശ്യം. അപ്പോൾ ഈ അശുദ്ധാത്മാക്കളൊക്കെ ചെന്ന് പന്നികളിൽ പ്രവേശിച്ച് പന്നികളൊക്കെ മുഴുവൻ കടലിൽ പോയി തൂങ്ങി ചത്തു എന്നാണ് പറയുന്നത് വചനത്തിൽ. ജനങ്ങൾക്ക് ആവശ്യം കർത്താവിനെയല്ല, ജനങ്ങൾക്ക് ആവശ്യം പന്നികളെയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, അതേ കർത്താവേ, ഞങ്ങളെ വിട്ടുപോകണം, ഞങ്ങളുടെ ദേശം നീ വിട്ടുപോകണം എന്ന് പറയുന്നുണ്ട്. കാരണം ആവശ്യം അവരുടെ സമ്പത്താണ്. സമ്പത്തുമേ കൈവച്ചപ്പോൾ കർത്താവിന് വേണ്ട. ഇന്ന് പലരും ഈ സമ്പത്തിലും ഈ രോഗസൗഖ്യത്തിലും ഒക്കെയായിട്ട് നമ്മൾ അവിടെ വളഞ്ഞുകൂടിക്കൊണ്ടിരിക്കുക. നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ, നിത്യരക്ഷയെ നാം അപ്രധാനമായിട്ട് നമ്മൾ കാണുകയാണ്. 1 കൊരിന്തോസ് 1:19 പറയുന്നുണ്ട് വ്യക്തമായിട്ട്, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരിലും നിർഭാഗ്യവാന്മാരാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എവിടെയാണ് നമ്മുടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? ഈ ലോകത്തിലെ നമ്മുടെ സുഖസൗകര്യങ്ങളിലാണോ, നമ്മുടെ ജഡിക താല്പര്യങ്ങളിലാണോ, ഈ ലോകത്തിലെ കാര്യങ്ങളിലേക്ക് മാത്രമാണോ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ വിശ്വാസം ദൈവത്തെ അന്വേഷിക്കുന്നത്? അതിനു വേണ്ടിയാണോ? നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുവാനുള്ള ഒരു ATM മെഷീനായിട്ടാണോ നമ്മൾ കർത്താവിനെ കാണുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാനും നീയും തമ്മിൽ ഒരു ആത്മീയ ബന്ധമാണ്, ഒരു സ്നേഹബന്ധമാണ്. ഞാനും നീയും ഒന്നാകുന്ന നിമിഷമാണ്. ഞാൻ ആയിരിക്കുന്നിടത്ത് നീയും ആയിരിക്കണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതെ സ്നേഹമുള്ളവരെ, കർത്താവ് അങ്ങനെ നമ്മയൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് കർത്താവ് ആയിരിക്കുന്നിടത്ത് നാം ആയിരിക്കുന്നതിന് വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഒക്കെ ജീവിക്കേണ്ടതും. അതിനുവേണ്ടിയാണല്ലോ യേശു, പ്രത്യേകിച്ച് യേശുവിൻ്റെ പ്രാർത്ഥനയിൽ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഞാനായിരിക്കുന്നിടത്ത് അവരുമായിരിക്കുവാൻ, നാം എല്ലാം ഒന്നായിരിക്കുവാൻ പിതാവേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. തമ്പുരാൻ്റെ ആഗ്രഹം അതാണ്.
പക്ഷേ എന്നാൽ നമ്മുടെ ആഗ്രഹം പലപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് ശരി. സ്നേഹമുള്ളവരെ, നമ്മുടെ ആവശ്യങ്ങൾ നീണ്ട് കിടക്കുകയാണ്. നോക്കുമ്പോഴിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്കറിയാമല്ലോ, കുഞ്ഞുണ്ടാകുന്നു, പിന്നെ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നു, അതിൻ്റെ വിദ്യാഭ്യാസങ്ങൾ, ഓരോ സ്റ്റേജുകളും, അതിനുശേഷം അതിൻ്റെ ആരോഗ്യമെല്ലാം നോക്കി പരിപാലിച്ച് വിവാഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. വിവാഹത്തിന് ശേഷം അവരുടെ കുഞ്ഞുമക്കളുണ്ടാകുന്ന രീതിയിൽ അങ്ങനെ നീണ്ടു പോകുന്ന ആവശ്യങ്ങളാണ്. നമ്മുടെ ഒരു പ്രശ്നവും അവസാനിക്കുന്നില്ല. ഇങ്ങനെ പ്രശ്നങ്ങൾ തിരമാലകൾ പോലെ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ സ്നേഹമുള്ളവരെ, സത്യം നാം തിരിച്ചറിയണം. സത്യം അറിയുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യണം. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33 ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളൊക്കെ, ഞാനും നിങ്ങളുമൊക്കെ കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നത് വാസ്തവമല്ലേ? കർത്താവിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? കർത്താവിന് നാം കൊടുക്കുന്ന പ്രിയോറിറ്റി എന്താണ്? കർത്താവിന് കൊടുക്കുന്നത് ഒന്നാം സ്ഥാനമാണോ നാം കൊടുക്കുന്നത്? നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാക്കാൻ സാധിക്കും. നമ്മുടെ ഹൃദയം തന്നെയാണ് ഏറ്റവും വലിയ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. ഹൃദയത്തോട് ചോദിച്ചാൽ മതി, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം എത്രയാണ്? ഒന്നാം സ്ഥാനമാണോ? പ്രിയോറിറ്റി എത്രാമത്തെ പ്രിയോറിറ്റിയാണ്? തമ്പുരാൻ ആഗ്രഹിക്കുന്നത് നീയും ഞാനും നമ്മൾ ഒന്നായി ജീവിച്ച് അത് സ്വർഗത്തിലേക്ക് എത്തണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:2 പറയുന്നത്, അതെ, അവൻ നടന്ന അതേ വഴികളിൽ കൂടെ നീ നടക്കണം. റോമ 8:29 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അതെ, അവൻ്റെ സാദൃശ്യത്തിലേക്ക് നാം രൂപപ്പെടണം. യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മുടെ ഓരോ പ്രവൃത്തികളും വഴി നാം രൂപപ്പെട്ട് നാം സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കണം. അതാണ് തമ്പുരാൻ നമ്മിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറണം ഈ ഭൂമിയിൽ. അതാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മിൽ പലരും ഇപ്പോൾ നമ്മുടെ കണ്ണുകളൊക്കെ ഉടക്കുന്നത് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലും നമ്മുടെ ചില പദവികളിലുമൊക്കെ നമ്മൾ അങ്ങനെ നിൽക്കുകയാണ്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയ സ്വപ്നം ഇതുകൊണ്ട് നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. തമ്പുരാൻ എന്തിനു വേണ്ടിയാണോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, പിതാവ് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണോ, അതൊന്നും നടക്കുന്നില്ല. എന്നാൽ നാമൊക്കെ താൽക്കാലികമായുള്ള രക്ഷകൾ, താൽക്കാലികമായുള്ള സുഖങ്ങളിൽ, ഇതിലൊക്കെയാണ് നമ്മൾ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ഇതിൽ കർത്താവിന് നമ്മോട് വളരെയധികം വിഷമമുണ്ട്. അതുകൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഇപ്പോൾ എവിടെയാണ്? ആദത്തോട് ചോദിച്ചു, ആദം നീ എവിടെയാ മോനെ? നമ്മോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എവിടെയാ, മോളെ നീ എവിടെയാ? കർത്താവിനറിയാം നിന്നോട്, നീ പരിശോധിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, നീ എവിടെയാ? ഞാൻ നിർത്തിയിരിക്കുന്ന സ്ഥലത്താണോ നീ നിൽക്കുന്നത്? കർത്താവിന് ചോദിക്കാമല്ലോ. നമ്മൾ പരിശോധിക്കണം, എവിടെയാണ് നാം നിൽക്കുന്നത്. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴും നിത്യജീവനാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കി നാമൊക്കെ ജീവിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു കാര്യം വായിക്കുന്നുണ്ട്. കർത്താവ് വലിയൊരു അത്ഭുത രോഗസൗഖ്യം കൊടുക്കുക. അത് കുഷ്ഠരോഗികൾക്കാണ്. ഒരു ഗ്രാമത്തിൽ നിന്നിട്ടാണ് അവർ നിലവിളിക്കുന്നത്. 10 കുഷ്ഠരോഗികളുണ്ട്, നിലവിളിക്കുക കർത്താവിനെ നോക്കിക്കൊണ്ട്. കാരണം അവർക്ക് സ്വന്തം വീട്ടിൽ പോകാൻ പറ്റില്ല, നാട്ടിൽ പോകാൻ പറ്റില്ല, ഒന്നുമില്ല. പ്രത്യേകമായ ഒരു ഗ്രാമത്തിൽ നിന്നാണ് നിലവിളിക്കണേ. അവർ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അശുദ്ധൻ എന്ന് പറയും. അവർ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം ഞങ്ങൾ അശുദ്ധരാണെന്ന്.
അത്രയും കണ്ട ഗതികെട്ടവരായിട്ട് ദൈവശാപം നിറഞ്ഞവരായിട്ടൊക്കെ ആ അന്നത്തെ കാലത്ത് അവരെപ്പറ്റി തോന്നിയിരുന്നു. എന്നാൽ കർത്താവ് അവരെ എല്ലാം സൗഖ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും സൗഖ്യപ്പെടുത്തി. എന്നിട്ട് ഒരുവൻ മാത്രം കർത്താവിൻ്റെ അടുത്ത് തിരിച്ചു വന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവൻ മാത്രമാണല്ലോ, ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും എന്നോട് തിരിച്ചു വന്ന് നന്ദി പറയണമെന്ന് തോന്നിയില്ലേ? കർത്താവ് പിന്നീട് നാം വായിക്കുന്ന പ്രകാരമാണ്, അവൻ്റെ വിശ്വാസം കണ്ട് കർത്താവ് അവനെ രക്ഷിച്ചുവെന്ന്. സ്നേഹമുള്ളവരെ, അത്ഭുതങ്ങൾ നടക്കുന്നതിലല്ല കാര്യം, അത്ഭുതങ്ങൾ യേശുവിലേക്ക് ആ അത്ഭുതങ്ങൾ തിരിയണം. കർത്താവിൽ വിശ്വസിക്കാനും കർത്താവിൽ നിന്ന് രക്ഷ നേടുവാനും ഈ അത്ഭുതങ്ങൾ നമ്മെ സഹായിക്കണമെന്ന് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ അടിവരയിട്ട് പറയുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരമാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ മറുപടി പറഞ്ഞു, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നൽകപ്പെടുകയില്ല. യോന 3 രാവും 3 പകലും തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. എന്നിട്ട് പറയുക യോന എന്ത് ചെയ്തു? യോനയുടെ അടയാളം നമുക്കറിയാമല്ലോ. യോനയുടെ അടയാളം, യോന നിനവെ നിവാസികളോട് പോയി പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചപ്പോൾ അവർ അനുദപിച്ചു, അവർ രക്ഷയിലേക്ക് കടന്നു വന്നു. എന്നാൽ കർത്താവ് പറയുക, ഇവിടെ യോനയേക്കാൾ വലിയവൻ, അവൻ പ്രസംഗിക്കുന്നു, സംസാരിക്കുന്നു, എന്നാൽ ആരും അനുദപിക്കുന്നില്ല. കർത്താവിൻ്റെ ദുഃഖമാണ്. അതുപോലെ തന്നെ സോളമനേക്കാളും വലിയവൻ, എന്നാൽ വിജ്ഞാനം അന്വേഷിച്ച് ദക്ഷിണ രാജ്യത്ത് രാജ്ഞി വന്നു, എന്നാൽ ഇവിടെ വലിയവൻ വന്നിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല, അനുദപിക്കുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല എന്ന് കർത്താവ് പറയുകയാണ്. സ്നേഹമുള്ളവരെ, അതുപോലെ തന്നെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് കുറ്റപ്പെടുത്തുന്നുണ്ട്. 2 നഗരങ്ങൾ തന്നെ കുറ്റപ്പെടുത്തുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കർത്താവ് അത്ഭുതം ചെയ്തതായി നഗരങ്ങളിലെ കർത്താവ് കൊറാസിൻ പറയുക, ബെത്സയിദ നിനക്ക് ദുരിതം, നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ സീദോനിലും ടയറിലും നടന്നിരുന്നെങ്കിൽ പണ്ട് അവർ ചാക്കുടുത്ത് നടന്ന് ഉപവസിക്കുമായിരുന്നു, അനുദപിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെയും പറയുക, കഫർനാമേ നീ എന്താ വിചാരിച്ചേ? നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടു വന്നോ? നീ പാതാളം വരെ താഴ്ത്തപ്പെടും. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ സോതോമിൽ നടന്നിരുന്നെങ്കിൽ അവർ പണ്ടേ അനുദപിക്കുമായിരുന്നു. സ്നേഹമുള്ളവരെ, കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെയൊക്കെ ചെയ്തതാ. സ്നേഹമുള്ളവരെ, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്, അടയാളങ്ങളായിരുന്നു. സ്വർഗത്തിലേക്ക് ലക്ഷ്യമാക്കി പോകുവാനുള്ള അടയാളങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇന്ന് നമുക്ക് പരിശോധിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും എത്ര അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്യുന്നത്, എത്ര ആവശ്യങ്ങളാണ് കർത്താവ് നിറവേറ്റി തരുന്നത്. നമുക്ക് ഈ നിലയിലായിരിക്കുന്നത് എങ്ങനെയാണ്? എന്നിട്ട് ഇതെല്ലാം കർത്താവിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുന്നുണ്ടോ? കർത്താവിലെ ഉള്ള ആഴമായ വിശ്വാസത്തിലേക്ക് നയിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണോ നമ്മൾ ജീവിക്കുന്നത്? തമ്പുരാൻ നമ്മളോട് ചോദിക്കുകയാണ്. നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് പരിശോധിക്കാം, തെറ്റുകൾ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. അതേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ അതെല്ലാം അടയാളങ്ങളായി കണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ, യേശുവിൽ ആഴമായി വിശ്വസിച്ച് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അതിനായി ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.